എന്നെ അറിയുന്നവരൊക്കെ കൂടുതൽ ആൾക്കാരും എന്നോട് പറഞ്ഞു എൻ്റെ ഈ കുഞ്ഞിനെ വേണ്ട ഒഴിവാക്കിയേക്കെന്ന്. ഡോക്ടർ ആവട്ടെ, ഞാൻ ആദ്യം ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി. അവിടുന്ന് എന്നോട് കുഞ്ഞിനെ വേണ്ട വെക്കണമെന്ന് വേണ്ട, നമുക്ക് അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ, കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുന്ന് എനിക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എഴുതി തന്ന്. സ്കാൻ ചെയ്തപ്പോഴാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചെസ്റ്റ് മൊത്തം നീർക്കെട്ടാണ്, അപ്പോൾ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് തന്നു. അത് കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് അവരെ എനിക്ക് എഴുതി വേറെ കോഴിക്കോടേക്ക് ഒരു സ്കാൻ സെൻറ്ററിലേക്ക്, അവിടെ വലിയ സ്കാനിങ് ആണ്, ഡീറ്റെയിൽ ആയിട്ട് നടക്കുന്നതാണ്, കുറച്ച് എമൗണ്ടൊക്കെ ജാസ്തിയുണ്ട്, രാവിലെ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി തന്നു. അങ്ങനെ ഞാൻ അവിടെ ഒന്നും പോവാണ്ട് എൻ്റെ ഹസ്ബൻഡിന് ഒരു ബുദ്ധി തോന്നി, നമുക്ക് വേറൊരു ഹോസ്പിറ്റലോട് കാണിക്കാം. അങ്ങനെ നമ്മൾ മിംസിൽ പോയി. മിംസിൽ പോയപ്പോഴാണ് അവിടുന്ന് ഫസ്റ്റായിട്ട് കാണിക്കുന്ന കോലത്തിൽ കാണിച്ചപ്പോൾ ഡോക്ടറോട് ഞാൻ പറഞ്ഞു സ്കാൻ ചെയ്തിട്ടില്ല പറഞ്ഞു. അപ്പോൾ എനിക്ക് സ്കാനിങ്ങിന് എത്തി തന്നു. എൻ്റെ കുഞ്ഞിന് ഒരു കുഴപ്പമില്ല, നല്ല കിടപ്പാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എനിക്ക് ബെഡ് റെസ്റ്റ് ആണ്, അത് കുഴപ്പമില്ല. അത് ഞാൻ മുത്തേനും സഹിച്ചുകൊണ്ട് എനിക്ക് അത് വലിയ വിഷയമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ അവിടെ നിന്ന് കുഴപ്പമില്ല, നല്ല ഹാപ്പി ആയിട്ട് വന്നു. ഞാൻ സ്കാൻ ചെയ്യുന്ന സ്ഥലം വെച്ചാൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ സൈഡിൽ സബിത അൻസാരി എന്ന് പറഞ്ഞ ഒരു മാഡം ഉണ്ട്. സൂപ്പറാണ്. സ്കാൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണ്ടത് നമ്മൾ എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്ന നല്ല മാഡമാണ്. അവിടുന്ന് എനിക്ക് നല്ല നോർമൽ നല്ല റിപ്പോർട്ട് കിട്ടിയപ്പോൾ ഞാൻ ഓക്കെ ഹാപ്പിയായി. പിന്നെ എനിക്ക് മിംസിൽ പോയിട്ട് പ്രസവിച്ചിട്ട് 6-ാം മാസം 5-ാം മാസമൊക്കെ പ്രസവിച്ച് പോകുമെന്ന് പറയുമ്പോൾ എനിക്കതാവില്ല. അവിടുന്ന് എന്നെ കുറേ പേടിപ്പിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്ത്, ഞാൻ അമ്മയും കുഞ്ഞും ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. 4-ാമത്തെ ഹോസ്പിറ്റലാണ് എൻ്റെ അമ്മയും കുഞ്ഞെന്ന് പറയുന്നത്. അവിടെ പോയപ്പം അവിടുന്ന് എനിക്ക് എന്നെ നല്ല നോർമലായിട്ട് ഞാൻ അവിടുന്ന് 9-ാം മാസമാണ് കുഞ്ഞിനെ പ്രസവിച്ചത്. അപ്പോൾ യൂട്രസ് ഓപ്പൺ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടാബ്ലറ്റ്സൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് സുഖപ്രസവമായിട്ട് ഒക്ടോബർ 26-ന് പ്രസവിക്കേണ്ട ഡേറ്റ് തന്ന ഞാൻ ഒക്ടോബർ 11-ന് പ്രസവിച്ചു. പക്ഷെ അതിനൊക്കെ ഉള്ളിൽ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒരു ഡോക്ടേഴ്സ് പറഞ്ഞതും അല്ല അവിടെ സംഭവിച്ചത്. അവിടെ ഞാൻ നോർമലായിട്ട് 9-ാം മാസം തന്നെ പ്രസവിച്ചു. അപ്പം എല്ലാവരും പറയുന്നത് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒഴിവാക്കിയേക്ക് അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ കേട്ടിട്ട് എത്ര കുഞ്ഞുങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ടാവും. ചിലപ്പോൾ എൻ്റെ മോൻ്റെ ആരോഗ്യനില അനുസരിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ പ്രശ്നങ്ങൾ ഓർത്തിട്ടായിരിക്കും. പക്ഷേ എന്തെന്നാലും നമ്മളൊന്ന് പ്രഗ്നൻ്റ് ആയാൽ നമ്മൾ ആ കുഞ്ഞിനെ ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞു കൊല്ലാൻ പാടില്ല. അത് ഭൂമിയിലോട്ട് ജനിക്കേണ്ടതാണ്. നമുക്ക് എന്തായാലും ഒരു ഹസ്ബൻഡ് ഉണ്ടാവും, ഹസ്ബൻഡ് ആൻഡ് വൈഫ്. നമ്മൾ മാരീഡ് ആയാലല്ലേ നമുക്ക് വിശേഷം. അതിന് പുറമേ ആവുന്നൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാണ്ട് നമുക്ക് അതിനൊരു ആളുണ്ട്, അതിനൊരു ഉത്തരവാദി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസവിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ നമ്മളോട് പടച്ചവൻ പൊറുക്കുകയേ ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ശരിക്കും ആലോചിക്കുമ്പോൾ എൻ്റെ ഈ കുഞ്ഞിനെ എത്ര ആൾ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ശരിക്കും എന്തെല്ലാം കോപ്രായ കളികളാണ്. എനിക്കെല്ലാം മിസ്സാവില്ലേ, എനിക്ക് ഇനി ജന്മം എനിക്ക് ഇങ്ങനെ ഒരു മോളെയും കിട്ടൂല എന്ന് ഞാൻ ശരിക്കും അധികവും സങ്കടം വരുന്ന ഇതോർത്തിട്ട് ഞാൻ സങ്കടപ്പെടലുണ്ട്. ചെയ്തിട്ടില്ല എന്നാലും എനിക്ക് ടെൻഷൻ ആവലുണ്ട് ഈ കാര്യത്തിൽ. പക്ഷേ നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ അബോർഷൻ എന്ത് വന്നാലും ചെയ്യരുത്. നമുക്കത്ര വലിയതൊന്നും സംഭവിക്കില്ല. നമ്മൾ പഠിച്ചവനെ പ്രാർത്ഥിച്ച് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കുഞ്ഞിനെ തന്നെ തരും. അപ്പം ആരും ചെയ്യാൻ പറ്റാത്തതൊന്നും ചെയ്യാണ്ട് നിൽക്കുക, പ്രത്യേകിച്ച് ഗർഭിണി സമയത്ത്. അപ്പം നമുക്ക് ഒന്നും പേടിക്കാനില്ല. എൻ്റെ മോളെ കാര്യത്തിൽ തന്നെ, എൻ്റെ മോൻ്റെ കാര്യത്തിലായിക്കോട്ടെ, മോളെ കാര്യത്തിലായിക്കോട്ടെ, ഞാൻ ഇനി ഒന്നും അനുഭവിക്കാൻ ബാക്കിയില്ലാത്ത ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോൾ റൈറ്റും ലെഫ്റ്റും 2 കുട്ടികളുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. പ്രത്യേകിച്ച് ഇവരെ കളി, ഇവരെ ചിരി, ഇവരാണ് എനിക്ക് എൻ്റെ എനർജി എന്ന് പറയുന്നത് എൻ്റെ ഈ 2 മക്കളാണ്. അപ്പം ഇഷ്ടമായെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാം.